ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു പെട്ടെന്ന് നമ്മളുടെ ടെക്സ്റ്റ് ഡോക്യുമെന്റ്സിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാ ബാക്കപ്പുകളും ഡാറ്റ ഹണ്ടർ ടെലിഗ്രാം ചാനൽ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ടെക്സ്റ്റ് ഫീൽഡുകൾക്ക് അല്ലെങ്കിൽ അതിന്റെ ഏതൊക്കെ ഫീൽഡുകൾക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ പലർക്കും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നതിലൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് കൂടുതലും വരുന്നത്. അതുകൂടെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റൂ. പക്ഷെ അല്ലാതെ നമ്മളുടെ ഒരു എക്സിസ്റ്റിംഗ് ഡാറ്റ അല്ലെങ്കിൽ ബാക്കപ്പ് ഡാറ്റയിൽ നിന്ന് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിന് മാത്രം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എക്സ്റ്റേണൽ ടാബിൽ പോവുക. നമ്മൾ ഒരു ട്രയൽ ഡാറ്റാബേസ് ആണ് ഞാനിവിടെ തുറന്നിരിക്കുന്നത്. അതിൽ എക്സ്റ്റേണൽ ഡാറ്റാബേസിൽ പോയി എന്നിട്ട് നമ്മൾ എവിടെയാണ് നമ്മൾ ആ ഇത് ഡാറ്റ സേവ് ചെയ്തിരിക്കുന്നത് അതിലോട്ട് പോവുക. ഞാനൊരു ടെക്നിക്കൽ ഇത് തന്നെ ഞാൻ കാണിക്കാം. ടെക്നിക്കൽ ഡാറ്റ എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അതിനകത്താണ് കൂടുതൽ ഫീൽഡ് ഉള്ളത്. അപ്പോൾ ഓക്കെ കൊടുത്തു. അപ്പോൾ ആദ്യമേ ചോദിക്കുന്നുണ്ട് ഫിക്സ്ഡ് ഡീലിമിറ്റഡ് വേണോ ഫിക്സ്ഡ് വേണോന്ന്. ഡീലിമിറ്റഡ് ആണ്, കാരണം നമ്മൾ ഡീലിമിറ്റർ കോമ ആയിട്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് റോ ആണ് അതിന്റെ ഫീൽഡ് നെയിം. നെക്സ്റ്റിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ സോർട്ട് ചെയ്യാം, നമുക്ക് ഏതിൽ വേണം സോർട്ട് ചെയ്യണമെന്നുള്ളത്. അതിന് പ്രശ്നമില്ല, നമുക്ക് പിന്നീട് വേണമെങ്കിലും സോർട്ട് ചെയ്യാവുന്നതുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. പിന്നെ നോ പ്രൈമറി കീ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ ഫീൽഡ് അല്ല നമ്മളിവിടെ പ്രൈമറി കീ ആയിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് നോ പ്രൈമറി ഫീൽഡ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ലെറ്റ് ആക്സസ് ആഡ് പ്രൈമറി കീ എന്നുള്ളതിൽ ഒരു എക്സ്ട്രാ ID ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അതിനകത്ത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ആവും. അപ്പോ അതിൽ നിന്ന് നമുക്ക് ഫർദർ അതിന്റെ ഡിസൈനിൽ പോയിട്ട് അതിന്റെ ക്യാരക്ടേഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈസി മെത്തേഡാണ്. എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഡാറ്റയെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇതിൽ നിന്ന് തന്നെ ഒരു ക്വയറി ഉണ്ടാക്കിയിട്ട് നമ്മുടെ ലേറ്റസ്റ്റ് ഫീൽഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് ലാസ്റ്റ് മന്ത് വരെയുള്ള ഡാറ്റ അവൈലബിൾ ആണ്. ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് എൻറ്റയർ ഡാറ്റയാണ്. അപ്പം അതിന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വയറി ക്രിയേറ്റ് ചെയ്യുക. ടൈം സ്റ്റാമ്പിനുള്ളിൽ നമ്മളുടെ എന്ന് വരെയുള്ള ഡാറ്റ ഉണ്ടോ അന്ന് വരെയുള്ള ഡാറ്റയുടെ അവിടെ ക്രൈറ്റീരിയ കൊടുക്കുക, ഗ്രേറ്റർ ദാൻ ആ ഡേറ്റ് നമ്മുടെ കയ്യിലുള്ളതിന്റെ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബാക്കി ഡാറ്റ മാത്രമായിട്ട് ക്വയറി ക്രിയേറ്റ് ചെയ്യും. അതിനെ വേണമെങ്കിൽ കോപ്പി ചെയ്ത് അപ്പൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളുടെ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തവർക്കുള്ള ഒരു ഈസി വേ ഓഫ് ക്രിയേറ്റിംഗ് ആണ്. ഞാനിവിടെ ഡിസൈനിൽ പോയില്ല. ഡിസൈനിൽ പോയിട്ട് ഈ ടേബിളിന്റെ പ്രൈമറി കീസ് എന്ന് പറയുന്നത് സിമ്പലും പിന്നെ ഉള്ളത് താഴത്തെ ഡേറ്റ് 1 എന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ കൊടുക്കുന്ന ടൈം സ്റ്റാമ്പ് എന്നോ അതിൽ പോയിട്ട് പ്രൈമറി കീ സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് അതിനെ സേവ് ചെയ്യുക. പിന്നെ ഈ നമ്പേഴ്സിലൊക്കെ തന്നെ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോ ആണ് ഡെസിമൽ വെച്ചിരിക്കുന്നത്. നമുക്ക് നമ്പർ ഇത് ഡബിൾ പിന്നെ ഫിക്സ്ഡും 2 ഡെസിമലും ആയിട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. അത് ഡിപ്പെൻസ് അപ്പോൺ യുവർ ചോയ്സ്. അതുപോലെ തന്നെ അതുകൊണ്ട് എന്താണ് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസ് കുറച്ച് ക്രിസ്പ് ആയിരിക്കും, ചെറുതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഡാറ്റാബേസ് വളർന്ന് വലുതാകുമ്പോൾ നമുക്ക് കൂടുതൽ ക്യാരക്ടേഴ്സ് അതിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മളുടെ ഡാറ്റാബേസിന് കുറച്ച് സൈസ് കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.